إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസിനികളെ, ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ തൻ്റെ ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ച് അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് അവൻ വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കി അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് അവനെ സൂക്ഷിക്കുന്നവരായിക്കൊണ്ട് തന്നെ മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനായി നമ്മൾ ഓരോരുത്തരും കഠിനാധ്വാനം ചെയ്യണം, കഠിനമായി പരിശ്രമം നടത്തണമെന്ന ആമുഖമായി നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അതർഹിക്കുന്ന ഗൗരവത്തിൽ നിങ്ങൾ ഓരോരുത്തരും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരെന്ന നിലയ്ക്ക് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അഭിലഷിക്കുന്ന കാര്യമാണ് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണമെന്നുള്ളത്, അല്ലേ? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണം. പലപ്പോഴും ആളുകൾ ലക്ഷ്യമായിക്കൊണ്ട് തന്നെ പറയാറുണ്ട്, ഒരു നല്ലൊരു വീട് വെച്ചിട്ട് വേണം സമാധാനത്തിലൊന്ന് ജീവിക്കാൻ, അല്ലെങ്കിൽ മക്കളെ കല്യാണമൊക്കെ ഒന്ന് കഴിപ്പിച്ച് കൊടുത്തിട്ട് വേണം ഒന്ന് സമാധാനത്തിലിരിക്കാൻ, അല്ലേ? പ്രയാസങ്ങളുണ്ടാകുമ്പോൾ കടമൊക്കെ ഒന്ന് തീർത്തിട്ട് വേണം ഒന്ന് സമാധാനത്തിലിരിക്കാൻ. എല്ലാവരും ആഗ്രഹിക്കുന്ന സമാധാനം വേണം, എന്തിന് നമ്മൾ ആളുകൾ മുസ്ലിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പോലും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് അള്ളാഹു താങ്കൾക്ക് സമാധാനം നൽകട്ടെ, താങ്കളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുന്നത് പോലും. അപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ളത്, എല്ലാവരും മനസ്സിൽ ആഗ്രഹിക്കുന്നത് സമാധാനം ഉണ്ടാകണമെന്നുള്ളതാണ്. അതിനായി പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സമാധാനം ഉണ്ടാകണമെങ്കിൽ അതിന് ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഒരു മാർഗമുണ്ട്, ഒരു പരിഹാരമുണ്ട്. എന്താ പറയുക പ്രിയമുള്ളവരെ? പ്രയാസം ഉണ്ടാകുന്ന സമയത്ത്, പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്തും അതിൽ പിടിച്ചു നിൽക്കാൻ, ഉറച്ചു നിൽക്കാൻ, സമാധാനത്തിൽ ജീവിക്കാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്ന പരിഹാരമാണ് തവക്കുൽ എന്നുള്ളത്. തവക്കുൽ എന്നുള്ളത്, അതായത് തവക്കുൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നമുക്ക് കഴിവില്ലാത്ത, അതായത് നമ്മൾ വളരെ അധികം കഴിവില്ലാത്തവരാണ് മനുഷ്യർ,
അതായത് എല്ലാറ്റിനും കഴിവുള്ള ഒരുത്തൻ മേൽ ഭരമേൽപ്പിക്കുക. നമ്മുടെ ജീവിത കാര്യങ്ങൾ എല്ലാത്തിനും കഴിവുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽ ഭരമേൽപ്പിക്കുക. അതാണ് തവക്കുൽ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇസ്ലാം എത്ര സുന്ദരമായിട്ടാണ് നമുക്ക് തവക്കുൽ മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ ജീവിതം പ്രയാസത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് ആ പ്രയാസമൊന്നും ഒന്നുമല്ല എന്ന് ഉള്ള ഒരു വ്യക്തിയിൽ ഭരമേൽപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നോക്കിക്കോളും എന്ന വിശ്വാസമാണ്. എൻ്റെ പ്രയാസം അള്ളാഹു നോക്കിക്കോളും. അള്ളാഹ്ക്ക് ഇതൊന്നൊരു നിസ്സാരാണ്. അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിസ്സാരം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളതാണ് തവക്കുൽ. അതാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്ന പരിഹാരം. പ്രിയമുള്ളവരെ, എന്തിനും കഴിവുള്ള അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമ തീക്കുണ്ടാരത്തിലേക്ക് എത്തിയപ്പോൾ ആ തീന് ചൂട് നിശ്ചയിച്ച അള്ളാഹു ആ തീനെ തണുപ്പാക്കി കൊടുത്തില്ലേ. മുമ്പിൽ വിശാലമായ സമുദ്രം എത്തി നിൽക്കുന്ന സമയത്ത് മൂസാ നബിക്ക് കടലിനെ രണ്ടാക്കി പിളർത്തി കൊടുത്തില്ല അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ അള്ളാഹ്ക്ക് നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസം നീക്കാൻ എന്ത് പ്രയാസമുള്ളത്? നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം എത്തി നിൽക്കുന്ന സമയത്ത് ആ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലുള്ള സമാധാനമാണ്. ആ സമാധാനത്തിലുള്ള പരിഹാരമാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത്, ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. ഒരു ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയതല്ലാതെ ഒരു പ്രയാസവും ഒരു പ്രതിസന്ധിയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന വിശ്വാസമാണ്. എനിക്കൊരു ജീവിതത്തിൽ പ്രയാസം ഉണ്ടെങ്കിൽ അത് അള്ളാഹു രേഖപ്പെടുത്തിയ അതിൽ ഖൈറുണ്ട്. അള്ളാഹുവാണ് എനിക്കിത് തന്നത്. എന്നെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്ന അള്ളാഹുവാണ് എനിക്ക് പ്രയാസം തന്നത്. അപ്പോൾ ഇതിനുള്ള പോം വഴിയും അള്ളാഹു തന്നെ കാണിച്ചു തരും എന്നുള്ള വിശ്വാസമാണ്. ഹുവ മൗലാന, അവനാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഉടമസ്ഥൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൃത്യമായ മാർഗം കാണിച്ചു തരുന്നൊരു വിശ്വാസം ഉണ്ടല്ലോ, അതാണ് തവക്കുൽ. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. അള്ളാഹുവിലാണ് ഭരമേൽപ്പിക്കേണ്ടവർ ഭരമേൽപ്പിക്കേണ്ടത്. പ്രിയമുള്ളവരെ, ഭരമേൽപ്പിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതിലേക്ക് നമ്മൾ കടക്കാം. പിന്നെ ഫഅസാ അൻ തക്റഹു ഷൈഅൻ വയജഅല അല്ലാഹു ഫീഹി ഖൈറൻ കസീറ. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നമ്മൾ നല്ലതായി കാണുന്ന പലതും ചിലപ്പോൾ നമ്മൾ നല്ലതായി കാണും. അപ്പോൾ എനിക്ക് ഇന്നൊരു ജോലി എനിക്ക് കിട്ടിയില്ല, നമ്മൾ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ആ ജോലി നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അസാ അൻ തക്റഹു ഷൈഅൻ വയജഅല ലഹു ഫീഹി ഖൈറൻ കസീറ. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഒരുപാട് വെറുത്തൊരു കാര്യമായിരിക്കും, നമ്മൾ വെറുത്തൊരു കാര്യത്തിൽ ഒരുപക്ഷെ ചിലപ്പോൾ ഒരുപാട് ഖൈറുണ്ടാവും. അള്ളാഹു ചിലപ്പോൾ നമുക്ക് ആ ജോലിയാണ് തന്നെങ്കിൽ ആ ജോലി ഒരുപാട് ഖൈർ, നമുക്കറിയാത്ത ഖൈർ അതിലൊരുപാടുണ്ടാകും. ചിലപ്പോൾ നമ്മൾ ഒരു ബസ് മിസ്സായതിൻ്റെ പേരിൽ ചിലപ്പോൾ നമ്മൾ ഒരുപാട് വിലപിക്കും, സങ്കടപ്പെടുകയും ചെയ്യും. പക്ഷേ എനിക്ക് എത്തിയില്ല, അങ്ങനെ മനസ്സിലിങ്ങനെ വേവലാതിപ്പെടും. അതിലൊരുപാട് ഖൈറുണ്ടാവും, പ്രത്യക്ഷമായും അല്ലാതെയും ഒരുപാട് ഖൈറുണ്ടാവും. പ്രിയമുള്ളവർ, ആ വിശ്വാസം മനസ്സിലാണ് കൊള്ളുമ്പോൾ നമുക്ക് എന്താവും? ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. പ്രിയമുള്ളവരെ, ആ തവക്കുൽ, അതാണ് തവക്കുൽ എന്ന് പറയുന്നത്. ചെയ്യാനുള്ളത് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളത് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കൈവിട്ട് പോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കിക്കോളും, മേലെ ഉപരിയിലുള്ളവൻ നോക്കിക്കോളും എന്ന വിശ്വാസത്തിൽ അങ്ങോട്ട് വിടുന്നുണ്ടല്ലോ, അതാണ് തവക്കുൽ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് തവക്കുലുള്ളത്? നമ്മൾ ആലോചിച്ച് നോക്കുക, എവിടെയാണ് തവക്കുൽ? ഒരുപാട് പ്രയാസങ്ങൾ വരുമ്പോൾ, ഒരുപാട് ആക്ഷേപങ്ങൾ നേരിട്ടിട്ട് വരുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുന്ന മുസ്ലിം സമൂഹം എവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ തവക്കുലുള്ളത്? കടം കൊണ്ട് കഷ്ടപ്പെടുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ, പലിശ വാങ്ങാൻ തോന്നുന്നുണ്ടെങ്കിൽ മുസ്ലിം സഹോദരാ, നിന്റെ ജീവിതത്തിൽ എവിടെയാണ് തവക്കുലുള്ളത്? അള്ളാഹു ഹറാമാക്കിയ പലിശ വാങ്ങാൻ തോന്നുന്നുണ്ടെങ്കിൽ എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ തവക്കുലുള്ളത്? പ്രിയമുള്ളവരെ, ഒരു പക്ഷികൾ പോലും രാവിലെ അവരെ കൂടുന്ന ഇറങ്ങുമ്പോൾ തൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി അവർ ഇറങ്ങുന്നുണ്ട്. പുറത്തിറങ്ങിയിട്ട് അന്വേഷിക്കുകയാണ് എവിടെ ഭക്ഷണം ഉണ്ടാവുക, ആരാ ഭക്ഷണം കൊടുക്കുക അവർക്ക്. അത് ആ പക്ഷിക്കുള്ള തവക്കുൽ പോലും പ്രിയമുള്ള സഹോദരന്മാരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. ആ പക്ഷി പോലും തവക്കുലാക്കിയിട്ട് ഇറങ്ങാണ്, എവിടുന്ന ഭക്ഷണം കൊടുക്കുക, അള്ളാഹു കൊടുക്കും എന്നുള്ളതാണ്. അതാണ് പ്രിയമുള്ളവരെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൗഹീദിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് സ്വന്തം വീട് വിട്ട് ഇറങ്ങുക. തൻ്റെ 16-ാമത്തെ വയസ്സിൽ തൻ്റെ പിതാവ് തന്നെ ഉപേക്ഷിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങാൻ. ആരാണ് ഇബ്രാഹിം നബിനെ നോക്കുക? തവക്കുലാണ് പ്രിയമുള്ളവരെ. ആ ഇബ്രാഹിം നബിയെ തീ കുണ്ടാരത്തിലേക്ക് എറിയുമ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാമ പറഞ്ഞ വാചകമുണ്ട്, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. എനിക്ക് അള്ളാഹു ഉണ്ട്, അള്ളാഹു മതി, ഭരമേൽപ്പിക്കുവാൻ അള്ളാഹു എത്ര ഉത്തമൻ എന്നാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, അതാണ് തവക്കുൽ എന്ന് പറയുന്നത്. മൂസാ നബി അലൈഹിസ്സലാമ ചെങ്കടലിന് മുമ്പിൽ നിൽക്കുമ്പോൾ
മൂസാ നബിയുടെ ആളുകൾ പറഞ്ഞു, മൂസാ നബിയെ ഇന്നാല മുദ്രക്കൂൻ, നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞു, ഇനി നമുക്കൊരു വഴിയില്ല. ബാക്കിൽ ഫിറഔനിൻ്റെ പട്ടാളപ്പടയാണുള്ളത്, കൊല്ലാൻ വേണ്ടി വരികയാണ് അവർ. മുമ്പിലാണെങ്കിൽ വലിയൊരു കടൽ സമുദ്രവും. മൂസാനബിൻ്റെ ആളുകൾ പറഞ്ഞു, നബിയെ ഇന്നാല മുദ്രക്കൂൻ, നമ്മൾ പിടിക്കപ്പെട്ടു, ഇനി നമുക്കൊരു വഴിയില്ല. മൂസാ നബി പറഞ്ഞത് ഇന്ന മഅ റബ്ബി സയഹ്ദീൻ, തീർച്ചയായും എൻ്റെ ഒപ്പം എൻ്റെ റബ്ബുണ്ട്, റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരുന്നു. അതാണ് പ്രിയമുള്ളവരെ തവക്കുൽ. ആ വിശ്വാസം നമുക്കുണ്ടാവണം. ആ വിശ്വാസം നമുക്കുണ്ടാവണം. അപ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആ നബിമാരല്ലേ, സ്വഹാബികളല്ലേ, അവർക്കല്ലേ പിന്നെ ആ തവക്കുലുണ്ടെന്ന്. നമ്മുടെ ജീവിതത്തിൽ ആ കാലത്ത് അവർക്കുള്ള ആ വിശ്വാസത്തിൻ്റെ തവക്കുൽ. ഇന്നത്തെ കാലത്ത് പ്രിയമുള്ളവരെ ഫലസ്തീനിൻ്റെ മണ്ണിൽ മിസൈലുകൾ വർഷിച്ചപ്പോഴും, വീടുകൾ നശിച്ചൊടുങ്ങിയപ്പോഴും, കുഞ്ഞു മക്കൾക്ക് പിതാവ് നഷ്ടപ്പെട്ടു, മാതാവ് നഷ്ടപ്പെട്ടു, സ്വന്തം സഹോദരങ്ങൾ ബിൽഡിങ്ങിൻ്റെ അടിയിലൊക്കെ പെട്ട് മരിച്ച് കിടക്കുന്ന സമയത്ത് ആ കുഞ്ഞു മക്കൾ, പിഞ്ചു മക്കൾ, അവർ പറയുന്നത് ഹസ്ബി അള്ളാ എന്ന വാക്ക് നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഹസ്ബി അള്ളാ, അള്ളാഹു ഉണ്ട്, എനിക്ക് അള്ളാഹു മതി എന്നാണ് അവർ പറയുന്നത്. പ്രിയമുള്ളവർ, ആ പിഞ്ചോമനകളുടെ മനസ്സിലുള്ള ഈമാൻ പോലും നമ്മുടെ ഒന്നും മനസ്സിലില്ല, നമ്മുടെ ജീവിതത്തിലില്ലേ. പ്രിയമുള്ളവർ, ഒരു പ്രയാസം വരുമ്പോൾ അള്ളാഹു ഉണ്ട്, എൻ്റെ പ്രയാസം നീക്കി തരാൻ അള്ളാഹു ഉണ്ടെന്ന വിശ്വാസം അത് ഉറപ്പിക്കണം. പ്രിയമുള്ളവർ, തവക്കുൽ എന്നുള്ളത് ഇബാദത്താണ്, ഒരു ആരാധനാ കർമ്മമാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് മാത്രമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ആ അവലംബം അല്ലെങ്കിൽ ആ ഒരു അള്ളാഹുവിലേക്ക് അവൻ ബരമേൽപ്പിക്കുന്നത് അള്ളാഹുവിലേക്ക് മാത്രമാകണം. പ്രിയമുള്ളവർ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു രോഗം വരുമ്പോൾ നേരെ ഓടുകയാണ്, തങ്ങളുടെ അടുത്ത് ഓടുകയാണ്, ബീവിമാരുടെ അടുത്ത് ഓടുകയാണ്, അല്ലേ? മന്ദിരിച്ചൂതിയ ഏലസുകൾ കെട്ടി അതിലാണ് അവർ അവലംബിക്കുന്നത്. ഇതിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഒരു പ്രയാസം വരില്ല എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. പ്രിയമുള്ളവർ, ആ തവക്കുലിൽ നമ്മൾ ശിർക്ക് ചെയ്യല്ലേ. അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്ത്, തവക്കുൽ എന്ന ഇബാദത്ത് മറ്റുള്ളവർക്ക് വെച്ച് കൊടുക്കൽ പ്രിയമുള്ളവർ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ തവക്കുൽ ചെയ്യുമ്പോൾ അതിന് സബബുകൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. നമ്മളൊരു രോഗം വരുമ്പോൾ തവക്കുൽ ചെയ്തിട്ട് അള്ളാഹു നോക്കിക്കോളും, അള്ളാഹു ഉണ്ടല്ലോ, അള്ളാഹുവിനെ വിശ്വസിക്കുന്നു, രോഗം തന്നവൻ അള്ളാഹുവിനെ മാറ്റിത്തരും എന്നുള്ള വിശ്വാസത്തിലാണ് ഇരിക്കല്ല. ഡോക്ടറെ കാണിക്കണം, അത് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചതാണ്. ഡോക്ടറെ കാണിക്കുക, സബബുകൾ നമ്മൾ സ്വീകരിക്കണം. ഡോക്ടറെ കാണിച്ച്, എന്നാൽ ഡോക്ടറിൽ മാത്രമാണ് വിശ്വസിക്കുക. ഡോക്ടറെ കാണിച്ചാൽ മാറുന്നുള്ള വിശ്വാസമാണ് നമുക്ക്. അല്ല, ഡോക്ടറാണ് മാറ്റിത്തരുന്നത്, ആ മരുന്നാണ് മാറ്റിത്തരുന്നത്, രോഗം മാറ്റുന്നത് അല്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് രോഗം മാറ്റുന്നവൻ. എന്നാൽ രോഗം മാറ്റാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ആ മരുന്നിനെ കാരണമാക്കി എന്നുള്ളതാണ്. ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഏതൊരു കാര്യം അങ്ങനെ തന്നെ. ഒരു പ്രയാസം നീങ്ങണമെങ്കിൽ ഒരാളിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിലല്ല നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കണം. അള്ളാഹുവാണ് മാറ്റുന്നത്, ആ പ്രയാസം മാറ്റുന്നവൻ അള്ളാഹുവാണ്. എന്നാൽ അതിന് കാരണമാക്കിയത് പല കാരണങ്ങളും ഉണ്ടാകും എന്ന വിശ്വാസമാണ് പ്രിയമുള്ളവർ നമുക്ക് ഉണ്ടാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല തവക്കുലാക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞു തവക്കുൽ ചെയ്യുമ്പോൾ നമ്മൾ സബബുകൾ സ്വീകരിക്കണം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ തവക്കുൽ ചെയ്യുമ്പോൾ സബബ് സ്വീകരിക്കണം. ഒരിക്കൽ പിന്നെ യമനിൽ നിന്ന് ചില ആളുകൾ ഹജ്ജിന് വേണ്ടിയിട്ട് മക്കത്ത് വന്ന്, അപ്പോൾ അവരുടെ അടുത്ത് കയ്യിലൊന്നും ഒരുങ്ങിയിട്ടില്ല, അവരുടെ അടുത്ത് യാത്രാ പാതയങ്ങളൊന്നുമില്ല. എന്നിട്ട് അവരോട് ആളുകൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്നാ മുത്തവക്കിലു എന്നാണ്, ഞങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ടുണ്ട്, കയ്യിലൊന്നും കരുതിയിട്ടില്ല, യാത്രക്കുള്ള സാധനങ്ങളൊന്നും കരുതിയിട്ടില്ല. എന്നിട്ട് അവർ പറയണേ ഞങ്ങൾ തവക്കുലാക്കിയിട്ടുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്തിറക്കി, എന്തോ തസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ, നിങ്ങൾ കരുതണം, യാത്രാ പാതയങ്ങൾ കരുതണം, എന്നിട്ടാണ് നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കേണ്ടത്. അതാണ് റസൂൽ പഠിപ്പിച്ചില്ല, ഒരാൾ ഒട്ടകത്തെ കെട്ടിയിട്ടതിന് ശേഷം ഈ തവക്കുൽ ചെയ്യുക എന്ന് പഠിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഒരുപാട് ചരിത്രങ്ങൾ നമുക്കതിന് കാണാൻ സാധിക്കും. സബബുകൾ സ്വീകരിച്ചതിന് ശേഷം മാത്രമാണ് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യേണ്ടത്. അള്ളാഹു പഠിപ്പിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ പറഞ്ഞു, 1-2 വട്ടം പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാം ചെങ്കടലിന് മുമ്പിൽ നിൽക്കുകയെന്ന് പറഞ്ഞല്ലോ. ആ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല മൂസാ നബിയോട് കൽപ്പിച്ചെന്താ അറിയോ? فأوحينا إلى موسى أن أضرب بعصاك البحر. മൂസാ നബിയോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയണത് എന്താ അറിയോ? യാ മൂസ, അല്ലയോ മൂസ, താങ്കളുടെ കയ്യിലുള്ള വടി കൊണ്ട് ആ കടലിൽ നിന്ന് അടിക്കുക.
പ്രിയമുള്ളവരെ, എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയുടെ കടലിൽ നിന്ന് അടിക്കാൻ പറഞ്ഞത്? ആ കടലിൽ ആ വടി കൊണ്ട് അടിക്കാതെ തന്നെ ആ കടലിൽ രണ്ടായി പിളർത്താൻ അള്ളാഹ്ക്ക് കഴിയൂലേ? കഴിയും. എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് ആ വടി കൊണ്ടൊന്ന് അടിക്കാൻ പറഞ്ഞത്? പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഒരു സബബ് ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നമ്മൾ കാരണങ്ങളെ സ്വീകരിക്കണം, അള്ളാഹു ബാക്കി നോക്കുന്നുള്ളത്. ആ വടി കൊണ്ട് അടിച്ചപ്പോൾ കടലിൽ രണ്ടായി പിളർന്നു. മറിയം ബീവി അലൈഹിസ്സലാമക്ക് പ്രസവവേദന വന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ അറിയോ? ഒരു ഈന്തപ്പനയുടെ ചോട്ടിൽ പോയിട്ട് അതൊന്ന് കുലുക്കാൻ പറയണം. കുലുക്കിയപ്പോഴാണ് നല്ല ഈത്തപ്പഴങ്ങൾ എന്താക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല താഴത്ത് ഇറക്കി കൊടുത്തത്. അപ്പോൾ അത് ഈന്തപ്പന കുലുക്കാതെ തന്നെ ആ ഈന്തപ്പഴങ്ങൾ കൊടുക്കാൻ അള്ളാഹ്ക്ക് വൈക്കൂലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിയും. എന്നിട്ടും എന്തുകൊണ്ട് പറഞ്ഞു? അത് കുലുക്കാൻ എന്തുകൊണ്ട് പറഞ്ഞു? അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നമ്മൾ സബബുകൾ സ്വീകരിക്കണം. ഒരു പരീക്ഷയ്ക്ക് പഠിക്കാതെ പോയിട്ട് പരീക്ഷയ്ക്ക് ഞാൻ ജയിക്കും, അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? ശുദ്ധ മണ്ടത്തരല്ലേ? അതുപോലെയാണ് പ്രിയമുള്ളവർ, നമ്മൾ പഠിക്കണം. പഠിച്ചതിന് ശേഷം അള്ളാഹുവിൽ തവക്കുലാക്കണം. ഏതൊരു കാര്യം അങ്ങനെ തന്നെ. നമ്മൾ മരുന്ന് കഴിക്കണം, എന്നിട്ട് അള്ളാഹുവിൽ തവക്കുലാക്കണം. ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻ്റർവ്യൂക്ക് പോവുകയാണെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യണം, എന്നിട്ട് അള്ളാഹുവിൽ തവക്കുലാക്കണം. നമുക്ക് പെണ്ണ് കണ്ടിട്ട് പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ള പ്രയാസം കൊണ്ട് പല ആളുകൾ മടുത്ത് എനിക്ക് ഇനി ഒരു പെണ്ണ് വേണ്ട, കല്യാണം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തുന്ന ആളുകൾ, അവർ ശ്രമിച്ചതിന് ശേഷം അള്ളാഹുവിൽ തവക്കുൽ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യവും നമ്മൾ ശ്രമിച്ചതിന് ശേഷമാണ് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യേണ്ടത്. അതാണ് പ്രിയമുള്ളവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയും മറ്റ് ഹദീസുകളിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല തവക്കുലാക്കുക എന്നുള്ളത് മുസ്ലിങ്ങൾക്കുള്ള വലിയൊരു അനുഗ്രഹമാണ്. പ്രയാസഘട്ടങ്ങളിൽ നമുക്കുള്ള സമാധാനവും പ്രതീക്ഷയാണ് തവക്കുൽ എന്ന് പറയുന്നത്. ആ ഒരു ഇബാദത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം ആരാധിക്കുന്ന നല്ല അടിമകളായി ജീവിച്ച് മരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഖത്തീബ് അബ്ദുർ റഊഫ് അൽ-ഹിക്കമി അദ്ദേഹം ചില ശാരീരിക പ്രയാസത്തിലാണുള്ളത്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പൂർണ്ണമായ ശിഫ നൽകി പൂർണ്ണ ആഫിയത്തോടുകൂടി തിരിച്ചറിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മുടെ ഒരു പ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ പിതാവ് ഹൃദയത്തിന് ചെറിയ പ്രശ്നമായിട്ട് കരുണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടാണുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, നമുക്കറിയില്ല എപ്പോഴാണ് നമുക്ക് അടുത്ത രോഗം വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് നല്ല രീതിയിൽ ജുമാക്കിരിക്കുന്ന പല ആളുകളും അടുത്ത ജുമാ ആകുമ്പോഴേക്കും രോഗികളും മരണത്തിന് കീഴടങ്ങി പോകുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. ആത്മാർത്ഥമായി അവരെയൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അവർക്ക് പൂർണ്ണമായ ശിഫ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെ കടം എത്രയും പെട്ടെന്ന് തീർക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وآخر دعوانا الحمد لله رب العالمين. أستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم. اللهم انصر المسلمين في كل مكان. اللهم انصر إخواننا المستضعفين في كل مكان. اللهم انصر إخواننا المستضعفين المسلمين من فلسطين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. وآخر دعوانا الحمد لله رب العالمين.